കൊല്ലം സുധിയുടെ മകൻ കിച്ചു സുധി കഴിഞ്ഞ ദിവസം ലൈഫ് സ്റ്റോറി പറഞ്ഞിട്ട വീഡിയോ ഞാൻ ഇന്നലെ അതിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞിട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ രേണു ഇപ്പോൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് രേണുവിന് ഭയങ്കരമായിട്ടുള്ള സൈബർ ബുള്ളിങ്, അല്ലെങ്കിൽ ഫേസ്ബുക്കൊന്നും തുറക്കാൻ പറ്റുന്നില്ല, ആളുകളുടെ കണ്ടൻറ്റുകൾ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയുന്നൊക്കെ ഉണ്ട്. അതിനകത്ത് ജീവിതം അവസാനിപ്പിക്കുന്നൊക്കെ രേണു പറയുന്നുണ്ട്. ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ പയ്യൻ്റെ ഈ ഒരു സിറ്റുവേഷന് മേജർ റീസൺ എന്ന് പറയുന്നത് സുധിയാണ്. സുധി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രേണുവിൻ്റെ ഫാമിലിക്കും ഇതൊന്നും ഒഴിഞ്ഞു മാറി പോകാൻ പറ്റില്ല. ആ ഒരു പയ്യൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനിലും അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ്റെ ലൈഫിൽ ചെറുപ്പം മുതൽ സഫർ ചെയ്ത് ഇപ്പോൾ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ട്രോമ ഉണ്ട്. ആ ട്രോമ അവനിലേക്ക് എത്തിച്ചത് ഓബിയസ്ലി സുധി എന്ന് പറഞ്ഞ അവൻ്റെ അച്ഛനും പിന്നെ ആ അച്ഛനുണ്ടായ റിലേഷൻസും ഇപ്പോൾ ഉള്ളവൻ്റെ അമ്മയായിട്ടുള്ള രേണുവിൻ്റെ ഫാമിലിയും സറൗണ്ടിങ്സും ഒക്കെ തന്നെയാണ്. അപ്പോൾ പലപ്പോഴായിട്ട് രേണു സുധിയെ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളത് കമൻറ്റുകളൊന്നും എനിക്കൊരു വിഷയമല്ല, സോഷ്യൽ മീഡിയയിലെ വീഡിയോസ് എനിക്കൊരു വിഷയമില്ല, നിങ്ങൾ ഇനിയും ചെയ്യ്, എനിക്ക് പുല്ല് വിലയാണ്, എൻ്റെ രോമത്തിൽ തൊടില്ല എന്നൊക്കെ പറഞ്ഞുള്ളൊരു രേണു സുധിയെ ആയിരിക്കും പലപ്പോഴായി നമ്മളൊക്കെ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത്, ഞാൻ പലപ്പോഴായി കണ്ടിട്ടുള്ളത്. അതേ രേണു സുധി ഇന്ന് വന്നിട്ട വീഡിയോയിൽ ഭയങ്കര ഇമോഷണലാണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഫേസ്ബുക്കും ഇൻസ്റ്റയും, ഫേസ്ബുക്കാണ് ഏറ്റവും കൂടുതൽ, ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. ഇവർക്ക് ഈ കണ്ടന്റോളികൾക്ക് രേണുസുതി വിത്ത് അല്ലെങ്കിൽ എബോവ് രേണുസുതി, ഈ രേണുസുതി എന്നുള്ള കണ്ടന്റ് മാത്രമേ ഉള്ളൂ അവർക്ക്. വേറെ ഒരു കണ്ടന്റും ഇല്ല, തുറക്കാൻ പറ്റണില്ല. എന്നെ ബാധിക്കുന്ന കാര്യം അല്ലെങ്കിൽ പോലും ചിലതൊക്കെ എന്നെ ബാധിക്കും. കാരണം ഞാൻ എനിക്ക് ഫേസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണാൻ ഞാൻ നോക്കുമ്പോഴത്തേന് ഇങ്ങനെ വന്നിട്ട് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഫുള്ളും ഞാൻ എന്തൊക്കെയോ അപരാധം ചെയ്തെന്നുള്ള മട്ടിലാണ് ഇത് മുഴുവനും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒരു കണ്ടന്റാണ് രേണുസുതി. ഇവരൊക്കെ എന്തിന് കാശ് കിട്ടുന്നുണ്ടായിരിക്കും അവർക്ക് മാസം. പക്ഷെ ഇതിപ്പോൾ ആഘോഷിക്കാൻ, ഈ ഒരു വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഇത് ആഘോഷിക്കാൻ ആൾക്കാർ കാണും ഇഷ്ടം പോലെ. അല്ല, ഇങ്ങനെ കരഞ്ഞൊരു വീഡിയോ വന്നു കഴിഞ്ഞാൽ ഇത് ആഘോഷിക്കാനും ഇതിൽ ഒപ്പീനിയൻ പറയാനും ഒക്കെ ആളുകൾ കാണുന്നുള്ളത് നിങ്ങൾ തന്നെ പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ അത് വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് വേണ്ടതും സോഷ്യൽ മീഡിയ വിസിബിലിറ്റി എന്നുള്ളത് നിങ്ങൾ കാലങ്ങളായിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളിപ്പോൾ പറയുന്നു നിങ്ങൾ ഫേസ്ബുക്ക് എടുക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷൻ നോക്കാൻ പറ്റുന്നില്ല. ആദ്യ കാലങ്ങളിൽ നിങ്ങൾ പറഞ്ഞിരുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കാറില്ല, നിങ്ങളെക്കുറിച്ച് വരുന്ന നെഗറ്റീവുകൾ നിങ്ങളെ ഫ്രണ്ട്സോ ഫാമിലി ആരെങ്കിലുമൊക്കെ കട്ട് ചെയ്ത് നിങ്ങൾക്ക് അയക്കുമ്പോൾ മാത്രമേ നിങ്ങളിലേക്ക് എത്തിയിരുന്നുള്ളൂ. സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഈ ഒരു കൈൻഡ് ഓഫ് കോണ്ടൻറ് മേക്കിംഗ് ഒന്നും നിങ്ങളെ ബാധിക്കുന്നില്ല, ഞാൻ ഇനിയും വളർന്ന് മുന്നോട്ട് പോകുന്നൊക്കെ പറഞ്ഞ് ആ അയൺ ലേഡി ഫിഗറായിട്ട് നിങ്ങൾ സ്വയം പ്രഖ്യാപിച്ച് നിന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു കരച്ചിൽ വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓബിയസ്ലി അത് കിച്ചു പറഞ്ഞ ലൈഫ് സ്റ്റോറിയിൽ നിങ്ങളെക്കുറിച്ചും ഫാമിലിയിൽ നിന്ന് അവൻ അനുഭവിച്ച വിഷയങ്ങളെക്കുറിച്ചിട്ടൊക്കെ അവൻ പറഞ്ഞും പറയാതെയും പറഞ്ഞിട്ട് പോയ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് നാട്ടുകാർക്ക് മനസ്സിലായ കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. അതിന് ഉത്തരം കൊടുക്കേണ്ടി വരുമല്ലോ എന്നുള്ളൊരവസ്ഥ നിങ്ങൾക്ക് ശരിക്കും പേടിയാണ്. ഒന്ന്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഫീഡ് ചെയ്തിട്ട് അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് മോശപ്പെട്ട കാര്യമൊന്നുമല്ല. സോഷ്യൽ മീഡിയ ഫീഡ് ചെയ്യുക എന്നുള്ളത് എന്താ പറയുക, ഓരോ പേഴ്സൺ ടു പേഴ്സൺ അത് അവരുടെ അപ്രോച്ച് എങ്ങനെയാണോ അത് ഡിഫറെൻ്റ് ആയിരിക്കും. ആദ്യം മുതലേ എന്താ പറയുക, ഒരു നെഗറ്റീവിന് കുറവുള്ള വ്യക്തിയൊന്നുമല്ല രേണു സുധി. തുടക്കകാലങ്ങളിൽ സുധിയുടെ ഒരു സെൻറ്റിമെൻറ്റ്സ് ആ ഫാമിലിക്ക് കിട്ടിയപ്പോൾ അതിലൊരു ഒരു സെൻറ്റിമെൻറ്റ്സ് നിങ്ങൾക്കും കിട്ടിയിരുന്നു. പക്ഷെ നിങ്ങൾ വീണ്ടും ട്രാക്ക് മാറിയപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളെ വിമർശിക്കാനും ആളുകളോട് ഉണ്ടായിരുന്നു. അതിൽ തന്നെ വിമർശിക്കുന്ന ആളുകളെ ചൂസ് ചെയ്ത് പിടിച്ച് വിമർശിക്കുന്ന ആളുകളെ കുറിച്ചുള്ള വീഡിയോസ് നിങ്ങൾ കമൻറ്റിന് റിയാക്ഷനായിട്ടും ആരെങ്കിലും ഇട്ടൊരു വീഡിയോയ്ക്ക് റിയാക്ഷനായിട്ടും അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ കൂടുതൽ അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനുള്ള ഒരു പണി നിങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആൻഡ് ഓൺലൈൻ മീഡിയാസ്, ഞാനൊക്കെ പലപ്പോഴായിട്ട് പല വീഡിയോസിലും രേണുസുധിയുടെ കോണ്ടൻറ്റ് ചെയ്യുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾ നിങ്ങളെ സ്വന്തം ചാനലിലോ നിങ്ങളെ സ്വന്തം പ്രൊഫൈലിലോ നിങ്ങൾ പോസ്റ്റ് ചെയ്തോ ലേഡി, അത് നിങ്ങളാണ് അതിൻ്റെ എൻഡ് ഓഫ് ദ ഡേ, നിങ്ങളാണ് അതിൻ്റെ അതോറിറ്റി. നിങ്ങൾക്കത് പുൾ ഡൗൺ ചെയ്യണമെങ്കിൽ പുൾ ഡൗൺ ചെയ്യാം, കമൻറ്റ് ബോക്സ് ഓഫാക്കി വെക്കണമെങ്കിൽ ഓഫാക്കി വെക്കാം. ഇനി ആരെങ്കിലും ആ കണ്ടൻറ്റ് എടുത്തുകൊണ്ടുപോയാൽ നിങ്ങൾക്ക് ലീഗലി അതിലെന്തെങ്കിലും ചെയ്യാം. ഇത് അതിന് പകരം നിങ്ങൾ പോകുന്നിടത്തും വരുന്നിടത്തും നിൽക്കുന്നിടത്തും തിന്നുന്നിടത്തും ഒക്കെ നിങ്ങൾ ഈ ഓൺലൈൻ മീഡിയാസിനെ ഒന്നില്ലെങ്കിൽ നിങ്ങൾ വിളിച്ചു വരുത്തുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ വരുന്നതായിരിക്കാം, വാട്ട് എവർ
ഒരു നോ പറഞ്ഞ് അവരെ ലിമിറ്റ് ചെയ്ത് നിർത്തേണ്ട സ്ഥലങ്ങളിലൊന്നും നിങ്ങൾ നിർത്തിയില്ല. പല അൺവാണ്ടഡ് ചോദ്യങ്ങളും നിങ്ങളായിട്ട് ചോദിപ്പിച്ചു, അവരായിട്ട് ചോദിച്ചു, നിങ്ങളായിട്ട് ഉത്തരം പറഞ്ഞു. അതിൽ കുറേ കോൺട്രവേഴ്സി ക്രിയേറ്റായി. ആ ടൈമിലൊക്കെ നിങ്ങൾക്കതൊരു സോഷ്യൽ മീഡിയയിൽ നിന്ന് എന്താ പറയുക, ഒരു ഫെയിം ഉണ്ടാക്കാനും സോഷ്യൽ മീഡിയയിൽ നിന്ന് റീച്ച് ഉണ്ടാക്കാനും അതുവഴി വിസിബിലിറ്റി, അതുവഴി സെലിബ്രിറ്റി സ്റ്റാറ്റസ്, അതുവഴി കുറേ വർക്ക്, അതുവഴി നിങ്ങൾക്ക് മോണിറ്ററി ബെനിഫിറ്റ്സ്, ഇതൊക്കെ ഇവിടെ ആരും ചെയ്യാത്ത പരിപാടിയൊന്നും ആയിരുന്നില്ല. പക്ഷെ ഇപ്പം കിച്ചു, നിങ്ങൾ മകനാണ് 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 എന്ന് പറഞ്ഞ കിച്ചു വന്നിരുന്നിട്ട് കിച്ചുവിൻ്റെ ലൈഫ് സ്റ്റോറി പറയുമ്പോൾ അതിനകത്ത് നിങ്ങൾ ഉണ്ടാക്കിയൊരു ഇമ്പാക്റ്റും സുധി ഉണ്ടാക്കി വെച്ചിട്ട് പോയൊരു ഇമ്പാക്റ്റും നിങ്ങളുടെ ഫാമിലി ഇൻവോൾവ് ആക്കിയിട്ട് ഉള്ള കുറച്ച് കാര്യങ്ങളും കൂടി കൂട്ടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ വന്നിരുന്ന് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. മനസ്സിലായോ? ബെറ്റർ ഒന്നില്ലെങ്കിൽ മാറി നിൽക്കുക. ഈ വിഷയങ്ങളൊക്കെ അതങ്ങനെ പോട്ടെ, അവന് പറയാനുള്ളത് അവൻ പറയട്ടെ. പണ്ട് നിങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവനൊരു 10-21 വയസ്സായ മെച്യൂറായിട്ടുള്ളൊരു പയ്യനാണ്, അവന് പറയാനുള്ളത് അവൻ പറയട്ടെ. അങ്ങനെ മാറി നിന്നാൽ മതി. അത് നിങ്ങൾ ചെയ്തതുമില്ല. അപ്പോൾ നിങ്ങൾക്കിത് ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എവിടേക്കോ നിങ്ങളുടെ മനസ്സിനകത്ത് ഇത് കൊണ്ടിട്ടുണ്ട്. പണ്ടൊക്കെ നിങ്ങൾ പറയുന്നു ഇതൊന്നും കൊള്ളുന്നില്ല എന്ന് പറയുന്നത്, കൊണ്ടിട്ടുണ്ട്. ഇത് 2 രീതിയിൽ കൊള്ളാം. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇവൻ എന്തിനാടാ ഇങ്ങനെ പറയുന്നത് എന്നുള്ള രീതിയിലായിരിക്കാം. അല്ലെങ്കിൽ അയ്യോ ഞാൻ അവനെ ഇഗ്നോർ ചെയ്തല്ലോ, അവൻ ഇത്രയും സ്ട്രഗ്ലിംഗ് ആയിരുന്നു എന്നുള്ള രീതിയിൽ, ഈ 2 രീതിയിൽ അവനെ വഴിയുള്ളൂ. എന്താണെങ്കിലും രേണു സുധി സോഷ്യൽ മീഡിയയിലുള്ള ബാക്കി നിങ്ങളെ കണ്ടൻറ്റ് ചെയ്യുന്നവർ ഇവരെ ബ്ലെയിം ചെയ്യുമ്പോൾ സെൽഫായിട്ടൊന്ന് അസസ് ചെയ്യുക. നിങ്ങൾ എന്തിനു വേണ്ടി ഇട്ട് കൊടുത്തിരുന്നു, നിങ്ങൾ വളം വെച്ച് കൊടുത്തിരുന്നു എന്നുള്ളത്. അവൾ കള്ളക്കരച്ചിലുമായിട്ട് ഇറങ്ങി, അവൾ മുതലക്കരച്ചിലുമായിട്ട് ഇറങ്ങി. ഞാനും ഒരു മനുഷ്യനാണ്, മനസ്സിലായോ? എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ സൂയിസൈഡ് ചെയ്യാം, കാരണം ഇത് കേൾക്കാതിൻ്റെ അപ്പുറം ഞാൻ കേട്ട്. പക്ഷെ ചില കാര്യങ്ങൾ എന്നെ ബാക്കിലോട്ട് നിർത്തുവാണ്, ചില കാര്യങ്ങൾ എന്നെ പിടിച്ചു വെക്കുവാണ് സൂയിസൈഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലായോ? പക്ഷെ എനിക്കറിയില്ല, ഇത് ഈ നിരന്തരം ഈ നെഗറ്റീവ് കോളുകളുടെ ഈ ഒരു ഇതെനിക്ക് സ്ട്രെസ് താങ്ങാനാവാതെ ചിലപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുമായിരിക്കും. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ പരത്തെറി വിളിക്കുന്നത് എനിക്കറിയത്തില്ല. മണിക്കിനാവിൻ കൊതുമ്പുകളായതോടുകൂടി വീഡിയോ കട്ടായി. ഇവിടെ ഇപ്പോൾ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി ഞാൻ ചിന്തിക്കേണ്ട ഒരു അവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ മോശമായ അവസ്ഥയിൽ രേണുസുധിയെക്കുറിച്ച്, ഇപ്പോൾ നിങ്ങളുടെ ഗർഭം, അത് കഴിഞ്ഞിട്ടുള്ള അബോർഷൻ, ഇങ്ങനെ പല വൃത്തികേടുകളും, പല വൃത്തികെട്ട തമ്മിലുകളും, പല വൃത്തികെട്ട രീതിയിലുള്ള സംസാരങ്ങളൊക്കെ നിങ്ങൾക്കെതിരെ വന്നപ്പോഴും നിങ്ങൾ പിടിച്ചു തന്നിട്ടുള്ളൊരു വീഡിയോ. കിച്ചു വന്ന് ഈ പറഞ്ഞതിപ്പോൾ നിങ്ങൾക്ക് ഇത്ര പൊള്ളാനുള്ള റീസൺ എന്താ? ഇത്രത്തോളം നിങ്ങൾക്ക് സങ്കടം വരാനും കിച്ചു പറഞ്ഞതുകൊണ്ട് എനിക്ക് തോന്നുന്നു തെറി നിങ്ങൾക്കെതിരെ, തെറിയേക്കാൾ കൂടുതൽ നിങ്ങളോട് ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സ് നിങ്ങൾ ഓഫാക്കി വെച്ചു ഈ ഒരു പെർട്ടിക്കുലർ കോണ്ടൻറ്റിൻ്റെ. ഞാൻ അതിലേറെ അത്ഭുതപ്പെടുത്തിയത് നിങ്ങൾ ഇത്ര സങ്കടപ്പെട്ട് ജീവിതം വരെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ കരഞ്ഞൊരു വീഡിയോ ഇട്ടിട്ട് അത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയാക്കി പോസ്റ്റ് ചെയ്തു. ശരി, നിങ്ങളുടെ അക്കൗണ്ട് അത് റീച്ച് കിട്ടണം, അത് 4 ആൾ അറിയണം, എൻ്റെ അവസ്ഥ അതെന്ന് അറിയിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ഇട്ട്, ഓക്കെ ഫൈൻ. ആ സ്റ്റോറി കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി നിങ്ങളെ അടുത്ത സ്റ്റോറി എന്താ കിടക്കുന്നത് അറിയോ? സബ്സ്ക്രൈബ് ടു സീ എക്സ്ക്ലൂസീവ് കണ്ടന്റ്. അതായത് ഈ കരച്ചിലും കണ്ണീരും കണ്ടുവരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ അയ്യോ എന്തിനാ രേണുസുധി ഇങ്ങനെ കരയുന്നതെന്ന് കണ്ടിട്ട് അടുത്ത നിങ്ങളെ എക്സ്ക്ലൂസീവ് കണ്ടന്റ് കയറി സബ്സ്ക്രൈബ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ മറ്റേ സാധനം എടുത്ത് പുറത്തിട്ടത്. മനസ്സിലാവുന്നില്ല, നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഭയങ്കര കോൺട്രഡിക്ടറിയാണ് നിങ്ങളുടെ പല ഇമോഷൻസും. ആദ്യം കരയുന്നു, ജീവിതം അവസാനിപ്പിക്കണം തോന്നുന്നു, എന്നെ നാട്ടുകാർ തെറി വിളിക്കണോ, ഇതാ അടക്കണം, അപ്പുറത്ത് വന്നിട്ട് സബ്സ്ക്രൈബ് ടു മൈ എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്ന് അടുത്ത സ്റ്റോറി. ജീവിതം അവസാനിപ്പിക്കാൻ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എടുക്കാനൊക്കെ തീരുമാനിക്കുന്നവർക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോലും തോന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അക്രോസ് ഓൾ ദ പ്ലാറ്റ്ഫോംസ് ഇത് ഇടാനോ, അത് കഴിഞ്ഞിട്ട് വേറൊരു സ്റ്റോറി, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റൊന്നും വരൂല. തകർന്ന് തരിപ്പണമായി പോവും. അതും പല ടൈമിലായിട്ട്, പല സാഹചര്യത്തിൽ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു, ഇപ്പം എന്താ കിച്ചുവിനായിട്ട് നിങ്ങൾ നല്ല ടേംസിലല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇതാ ഇന്നെ ഇപ്പോഴും വിളിച്ചിരുന്നു, ഞാൻ കാശ് അയച്ചു. നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇവിടെ രേണുസുധി പലപ്പോഴായിട്ട് കിച്ചുവിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറഞ്ഞിരുന്ന കാര്യം എന്താ പറയുക, കാശ് അയച്ചു കൊടുത്തിരുന്നു, കാശ് അയച്ചു കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഇവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം.
കിച്ചു ഇപ്പൊ വിളിച്ചതല്ല. ഞാൻ ഇറങ്ങിയ ഉടനെ ഒരു ചേച്ചി വിളിച്ചിട്ട് കിച്ചു മോളെ ഇറക്കി വിട്ടോണ്ട് ചോദിച്ചു കരയുന്നു. ഞാൻ എപ്പം ഞാൻ ചോദിച്ചു ചേച്ചി എന്താ ഇതൊക്കെ വിശ്വസിക്കുന്നു പറഞ്ഞു തരുവേ. കിച്ചു എന്നെ വിളിച്ചു അമ്മ എത്തിയോട് അവരുടെ എത്തിയുടെ ഒരു വിവാദം നടക്കാം. അമ്മ എന്തിനാ മൈൻഡ് ചെയ്ത് പോകാൻ. കിച്ചുവിന്റെ അഭിപ്രായത്തിനോട് യോജിക്കുന്നുണ്ട്. കിച്ചു പറയുന്നത് അത് അവന്റെ അഭിപ്രായം, അവന്റെ താല്പര്യമല്ലേ സുരേഷ് ചേട്ടാ. ഇപ്പൊ എന്റെ അഭിപ്രായം വേറെ ആയിരിക്കും. അവൻ ആ കുട്ടി എന്റെ മൂത്ത മോനാണ് കിച്ചു. അവന് 18 ഞാൻ പഴയ വയസ്സിലിരിക്കും. അവന് 21 വയസ്സുള്ള കുട്ടിയാണ്, പ്രായപൂർത്തിയായ കുട്ടിയാണ്. അവന് അഭിപ്രായം അവൻ പറയട്ടെ എന്നേ. എന്റെ അഭിപ്രായം ഞാനും പറയും, അത്രേ ഉള്ളൂ. അതിനകത്ത് ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു എന്റെ മോനല്ലാതാവുള്ളൂ. അവൻ എന്റെ മോനാണ്, മനസ്സിലായി. ഇപ്പൊ കുറെ വ്ളോഗേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് ഞാനും കിച്ചു അടിച്ച് പിരിച്ചെന്നൊക്കെ പറഞ്ഞു. ഒരു പിരിച്ചിലും ഇല്ല. ഞങ്ങൾ ഇപ്പോഴും അമ്മയും മോനും തന്നെ. ഞാൻ വിളിച്ചായിരുന്നു. ഞാൻ മീഡിയയെ കാണിക്കാൻ വിളിച്ചതല്ല, ഞാൻ ഇവിടെ ഇറങ്ങിയെന്ന് പറയാൻ പോവാന്ന് പറയാൻ വിളിച്ചില്ല, ഞാൻ വിട്ടുപോകും. ഇതുപോലെയാണ് പലപ്പോഴായിട്ട് കിച്ചുവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ രേണു സുധി റിപ്ലൈ കൊടുക്കാറ്. ഓക്കെ, ഞങ്ങൾ ഭയങ്കര ഓക്കെയാണ്, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, അവൻ ഇടയ്ക്കിടയ്ക്ക് കാശ് ചോദിക്കാറുണ്ട്, ഞാൻ കൊടുക്കാറുണ്ട്, അവൻ എന്നെ വിളിക്കാറുണ്ട്, ഇതാണ്. പക്ഷെ ഇന്നലത്തെ വീഡിയോ കണ്ട ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുന്നത് മേ ബി കാശിനുള്ള വിളിക്കപ്പുറം ആ പയ്യൻ്റെ അവസ്ഥകൾ എന്താ, അവൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുന്ന രീതിയിലുള്ളൊരു കണക്ഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടാവില്ല. അതിനിപ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ പറയുന്നത് കിച്ചുവിൻ്റെ ഭാഗം മാത്രം കേട്ടിട്ടല്ല കേട്ടോ, ഇനി രേണുവിൻ്റെ ഭാഗം കേൾക്കണം. ഇങ്ങനൊരു സൈഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണത് കാശിൻ്റെ മുകളിൽ മാത്രമുള്ളൊരു ബന്ധമായി മാറിയത്, അല്ലെങ്കിൽ എവിടെയാണിത് വിഷയം സംഭവിച്ചതെന്നുള്ളത് രേണുവിന് പറയാനുണ്ടാവും. ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, രേണുവിന് ഡെഫിനറ്റ്ലി ഇതിലൊരു കാര്യം പറയാനുണ്ടാവും. അതൊന്നുമില്ലെങ്കിൽ രേണു പറയണം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല രേണു അതൊക്കെ വന്ന് പറയുന്നുള്ളത്. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, രേണു സുധി എന്ന് പറഞ്ഞ വ്യക്തി സ്വയം കണ്ടൻ്റായി മാറിയതാണ്. അല്ലെങ്കിൽ 10 ആൾ എന്നെ ഇപ്പോൾ ഇതിനൊരു ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ആദ്യകാലങ്ങളിൽ രേണുവിൻ്റെ വീഡിയോസ് എടുത്ത് വീഡിയോ ചെയ്തിരുന്നത് ഇവിടുത്തെ നീലക്കുയിൽ, ഇന്ത്യൻ സിനിമാ ഗാലറി, സെലി സ്പോട്ട്, പിന്നെ വെറൈറ്റി മീഡിയ, അങ്ങനെ കുറേ മില്യൺസ് ഉള്ള പേജുകളും ചാനലുകളും ആയിരുന്നു ആദ്യം ഇവരുടെ വീഡിയോസൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്തത് പബ്ലിഷ് ചെയ്തിരുന്നത്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇവരുടെ വീഡിയോസ് എടുക്കുന്ന ചാനലുകൾ കണ്ടിന്യൂസ്ലി രേണു സുധി എന്ന് മാത്രം പറഞ്ഞ് റീൽസ് അപ്ലോഡ് ചെയ്യുന്ന, ഇവർ പോകുന്നിടത്തും വരുന്നിടത്തും നിൽക്കുന്നിടത്തും ഒക്കെ പോയി ചോദ്യങ്ങൾ ചോദിച്ച് ഇവരുടെ വീഡിയോസ് ഇടുന്ന എല്ലാ ഇൻസ്റ്റാഗ്രാം പേജുകളും ഒരു 50K, 40K, 20K, 10K താഴെ അങ്ങനെയുള്ള ചാനൽ മില്യനുള്ള ഒരു പേജുകളും എന്ത് ചെയ്തിട്ടില്ല. ഒരു വർഷമായിട്ട് രേണു സുധിയുടെ അടുത്ത് പോയിട്ടില്ല, ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ രേണു സുധി ഈ എന്താണെന്നൊന്നും നോക്കാതെ കണ്ട എല്ലാവർക്കും വന്ന് നിന്ന് ക്യാമറ ഓണാക്കുന്ന എല്ലാവർക്കും കണ്ടൻറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞ് കൊടുക്കും. ഇതെങ്ങനെ റീച്ച് ചെയ്യുന്നത് ജനങ്ങളിലേക്ക്? എല്ലാവരും രേണു സുധിയുടെ റീൽസ് മാത്രമല്ല കാണുക. രേണു സുധിയുടെ ഈ റീൽസ് വെച്ച് റിയാക്ട് ചെയ്യുന്ന ഇപ്പോൾ എന്നെ പോലുള്ള ചാനലുകൾ എടുത്തിട്ട് അവരുടെ തമ്മിൽ അവർ പറയുന്ന കണ്ടൻറ്റ് അവർ രേണുവിനെ ഹെയ്റ്റ് ചെയ്യുന്നതായിരിക്കാം, ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ അവിടെ ഈ പറഞ്ഞ മിനിമം ഫോളോവേഴ്സുള്ള ചാനലിലുള്ള റീലിൻ്റെ റീച്ചിനേക്കാൾ കൂടുതൽ രേണു സുധിയെക്കുറിച്ച് പറഞ്ഞിടുന്ന ഇങ്ങനത്തെ ലോങ് വീഡിയോസിനുള്ള ചാനലുകളിൽ കിട്ടും. പേഴ്സ്പെക്റ്റീവും മാറും. ഇത് രേണു സുധിക്ക് മനസ്സിലാവാനായിട്ടാണോ? അല്ല, ഞാൻ ചോദിക്കും, ഒരു മനുഷ്യന് ഇതൊന്നും മനസ്സിലാവാനായിട്ടാണോ? നമ്മൾ മീഡിയേൻ്റെ മുന്നിൽ പറഞ്ഞ പല കാര്യങ്ങളും വളച്ചൊടിക്കുന്ന രീതിയിൽ ആവാം, അല്ലെങ്കിൽ മിസ്ലീഡ് ചെയ്യുന്ന രീതിയിൽ വേറൊരാൾ മനസ്സിലാക്കിയിട്ട് അത് പറയാം. എൻ്റെ ലൈഫിൽ ഈ മീഡിയ ഓഡിറ്റിങ് വളരെ കൂടുതലാണ് നടക്കുന്നത്, ഞാൻ ഇതിനെ റെസ്ട്രിക്റ്റ് ചെയ്യട്ടെ, ഞാനൊരു നോ പറയട്ടെ, ഇപ്പം എനിക്ക് വർക്കുണ്ട്, ബിഗ് ബോസ് കഴിഞ്ഞു, എനിക്ക് അത്യാവശ്യം വർക്ക് കിട്ടുന്നുണ്ട്, ഞാൻ ഫിനാൻഷ്യലി ഓക്കെ ആയി വരുന്നുണ്ട്, എനിക്ക് പഴയ പോലുള്ള അതികൊടൂരമായ ബാധ്യതകളും അല്ലെങ്കിൽ അത്രയും ഭീകരമായിട്ടുള്ള ഫിനാൻഷ്യൽ ക്രൈസിസും ഉള്ളതിൽ നിന്ന് ഒരുപാട് മാറ്റം എനിക്ക് സംഭവിച്ചു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഈ ഓൺലൈൻ മീഡിയാസിനെ റെസ്ട്രിക്റ്റ് ചെയ്ത് ബാക്കി യൂട്യൂബ് ചാനലുകൾക്ക് കണ്ടൻറ്റ് കിട്ടാത്ത രീതിയിൽ റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സമാനമായിട്ട് മുന്നോട്ട് പോകാം എന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് ഈ അവസ്ഥയിൽ വന്ന് നിൽക്കില്ലായിരുന്നു. ഈ പറഞ്ഞ കിച്ചുവിനോടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും അവനോട് കാര്യങ്ങൾ സംസാരിക്കാനും അവന് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നതിലേക്ക് എത്താതിരിക്കാനും നിങ്ങൾക്ക് നോക്കാമായിരുന്നു. പക്ഷെ ഇത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എന്ന് പറഞ്ഞ വ്യക്തി ഓക്കെ, നിങ്ങൾ കുടുംബത്തിന് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ ഓടി പിടിച്ചിട്ടായിരിക്കാം ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതും, പിന്നെ നിങ്ങളെ സെൽഫ് ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട്. പക്ഷെ അവിടെയൊക്കെ നിങ്ങൾ ഇവിടെ കൈയടിച്ചു കൊടുത്ത്, അതായത് നിങ്ങൾ സ്വയം അങ്ങോട്ട് എൻ്റർടൈൻ ചെയ്ത് വിടുമായിരുന്നു ഇവരെയൊക്കെ. ചെയ്യ് കൂടുതൽ ചെയ്യുക. അതായത് ഇവിടെ ആ ബിഷപ്പിനെ അടക്കം ഒരു സൈഡിൽ ബിഷപ്പ്, ഫിറോസ്, വീട് കൊടുത്ത ഫിറോസ്, ഇവരൊക്കെ
സ്വന്തം ചാനലിൽ മാത്രമല്ല ബാക്കിയുള്ളവരെയും കൂടി ഒപ്പം വന്നിരുന്ന് മാക്സിമം പറയാനുള്ളത് ഇതൊരുമാതിരി എന്താ പറയുക, ഇത് നിങ്ങൾ എൻജോയ് ചെയ്തിരുന്നു. പക്ഷെ സ്വന്തം കുടുംബത്തിനകത്തുനിന്ന് സ്വന്തം മകൻ വന്ന് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ നിങ്ങളുടെ ആ എൻജോയ്മെൻറ്റ് മാറി. ഒന്നില്ലെങ്കിൽ അത് ജെന്യൂൻ ആയിട്ടുള്ളൊരു സങ്കടവും കരച്ചിലും ഒരവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ വന്ന് കരഞ്ഞ് ഞാനിപ്പോൾ ജീവിതം അവസാനിപ്പിക്കും എനിക്ക് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യുള്ളൂ. മനസ്സിലായി? ഇത് കിച്ചുവിൻ്റെ അടുത്ത് വന്നതോ ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ഇമ്പാക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാനില്ല എന്തുകൊണ്ട് ആ ചെക്കൻ 3 വർഷം വീട്ടിനകത്ത് തന്നെ ഇരിക്കേണ്ട അവസ്ഥ വന്നു, എന്താണ് ആ പയ്യന് അങ്ങനെ ഒരു ഒറ്റപ്പെടൽ ഫീലിംഗ് വന്നേ, എന്തിനു വേണ്ടിയിട്ടാണ് എല്ലാവരും അവനോട് വേറൊരു മുഖം കാണിച്ചു എന്ന് അവൻ പറഞ്ഞേ. ഇപ്പത്തെ അമ്മ രേണു സുധി എന്നവൻ അങ്ങനത്തെ ഒരു രീതിയിൽ സ്ട്രെസ് ചെയ്ത് പറയണമെങ്കിൽ എന്താണ് അവിടെ ഫ്രിക്ഷൻ? ഇത് നിങ്ങൾ പേഴ്സണെങ്കിലും പറഞ്ഞു തീർക്ക്. ഇല്ലെങ്കിൽ എന്താ വിഷയം എന്ന് പറയും. ഇനിയിപ്പോൾ ഈ ഇൻഷുറൻസ് തുകയും സാധനങ്ങളൊക്കെ ഈ സുധീൻ്റെ കിട്ടാൻ പോകേണ്ട ഒരു സമയമൊക്കെ ആയി തുടങ്ങി തോന്നുന്നു എനിക്ക്. ഇതൊക്കെ നാട്ടുകാരുടെ മുന്നിൽ വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് പിന്നെ മാറേണ്ട ഒരു അവസ്ഥയ്ക്ക് പോകും. മനസ്സിലായോ? വലിയ കാരണം ആ പയ്യൻ അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി, അല്ലെങ്കിൽ അവന് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി, അവൻ പറയാൻ തുടങ്ങുന്നൊരു സിറ്റുവേഷൻ ആയിപ്പോൾ. ചിലപ്പോൾ അവന് പറയാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം. അമ്മ ഇങ്ങനെ മീഡിയയുടെ മുന്നിൽ വന്നൊന്നും പറയരുത്, അമ്മ മീഡിയയുടെ മുന്നിൽ വന്ന് ഇങ്ങനെ ഒന്നും റിപ്ലൈസ് കൊടുക്കരുത്, അവരെ എൻ്റർടൈൻ ചെയ്യരുതെന്ന് അവർ നിങ്ങളോട് പറയാൻ കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഇൻകം സോഴ്സ് പോയാലോ എന്നുള്ളൊരു പേടി ആ ചെക്കനുണ്ടാവുമല്ലോ. ഇപ്പം നിങ്ങളൊരു അത്യാവശ്യത്തിന് വിളിച്ചിട്ട് ഞാൻ പല ഇൻ്റർവ്യൂവിലും നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇൻ്റർവ്യൂ എടുക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഇടയിലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഇറങ്ങുന്ന സമയത്തൊക്കെ പയ്യൻ വിളിച്ച് പൈസ ചോദിക്കും, നിങ്ങൾ കൊടുക്കുന്നില്ല. ചിലപ്പോൾ അവൻ അതുകൊണ്ട് ചിലപ്പോൾ ആ ഒരു ഇൻകം സോഴ്സ് മുട്ടുന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ പറയാതിരിക്കുന്നതാണെങ്കിലോ നിങ്ങളടുത്ത്. നിങ്ങൾ പേഴ്സണലി നിങ്ങളുടെ ഗ്യാപ്പ് ഭയങ്കര കൂടുതലാണെന്നുള്ളത് ഇതൊന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, സോ ബെറ്റർ ഞാൻ പറയുന്നത് ഇതേപോലെ ഇനിയും വന്നിരുന്ന് ഒരു സൈഡിൽ കരച്ചിൽ, ഒരു സൈഡിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറച്ചിൽ, ഒരു സൈഡിൽ ഇപ്പോൾ തീരും എന്ന് പറയുന്നു, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എന്നെ ഉപദ്രവിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ അവർക്ക് ഫ്യൂവൽ ചെയ്യാനുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാൻ ഒരു മടിയില്ലാതെ ഇട്ട് കൊടുക്കുന്നു. അറ്റ്ലീസ്റ്റ് ഫോർ സം ടൈം ഈ ഓൺലൈൻ സാധനത്തിൽ നിന്നൊന്ന് മാറി നിൽക്കുക എന്നുള്ളത് രേണു സുധിക്ക് ഏറ്റവും നല്ല പരിപാടിയാണ്. എന്നിട്ട് ഈ കിച്ചുവിനോട് പോയി സംസാരിച്ച് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വിഷയങ്ങൾ പറഞ്ഞ് തീർത്ത് വേണമെങ്കിൽ എല്ലാവർക്കും കൂടി വീഡിയോ ചെയ്യാം. കിച്ചുവിനും രേണുവിനും എല്ലാവർക്കും കൂടി ചേർന്ന് വീഡിയോ ചെയ്യാം. ഇനിയിപ്പോൾ കിച്ചുവിന് വേറെ ജോലിയോ കാര്യങ്ങളോ പരിപാടികളോ ഒക്കെ സെറ്റിലാവുന്നത് വരെ കിച്ചുവിനെയും കൊണ്ട് രേണുവിന് എന്ത് ചെയ്യാം, വർക്കിനും സ്ഥലത്തൊക്കെ പോകാമല്ലോ. ഇപ്പോൾ വേറൊരാളെ വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പോൾ രേണു പറയാറുണ്ട് പല സ്ഥലങ്ങളിലേക്ക് ഒറ്റയ്ക്കാണ് പോകാറ്, ബസ് കയറി. ഇപ്പോൾ കാറൊക്കെ ഉണ്ടല്ലോ, കിച്ചു കാർ ഓടിക്കാറുണ്ട്, കിച്ചുവിന് കാറുണ്ട്, രേണുവിന് കാറുണ്ട്. വണ്ടിയും കൊണ്ടുപോകണം. വർക്കിന് പോകുമ്പോൾ അങ്ങനെയുള്ള അമ്മയും മക്കൾക്കും പോയിക്കൂടെ, ഋതപ്പനെ എടുക്കാൻ പോവാം. ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ചെയ്യാൻ മാറ്റാം. അതിലേക്കൊന്നും പോവാതെ ഇപ്പോഴും 10 ഓൺലൈൻ മീഡിയയ്ക്ക് 10 കണ്ടൻറ്റ് ഇട്ട് കൊടുത്ത് അത് 4 റിയാക്ഷൻ ചാനലുകൾ റിയാക്ഷൻ വീഡിയോ ആക്കും. എന്നിട്ട് അത് വന്നിരുന്ന് വീണ്ടും അവിടെ നിങ്ങളുടെ കണ്ടൻറ്റ് ഓളികളെന്ന് പറഞ്ഞാൽ അവരെ കുറേ തെറിയും ചീത്തയും പറയും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതേപോലെ ആ ലൂപ്പിൽ നിന്ന് ഇറങ്ങാൻ താല്പര്യമില്ല. ഇപ്പം മകൻ വന്നോടുകൂടി നിങ്ങൾ പെട്ടു. ഇനി അവൻ്റെ പാർട്ട് 2 വരുമോ എന്നുള്ളത് അറിയില്ല. ഇനി പാർട്ട് 2 വരുന്നതിന് മുമ്പ് ഒരു സാധനം കരഞ്ഞിട്ടതാണോ എന്നുള്ളത് നമുക്ക് സംശയമാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര സംശയമാണ് എന്തെന്നാ ഇത് എന്നുള്ളത്. അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് കിച്ചു ഇങ്ങനെ പറയാനുള്ള റീസൺ ഇന്നതൊക്കെയാണ്, അല്ലെങ്കിൽ കിച്ചുവിനെ വിളിച്ച് ഞാൻ സംസാരിച്ചത് അവൻ്റെ അവസ്ഥയിൽ പറഞ്ഞതാണ്. ദാറ്റ്സ് ഇറ്റ്. ഇതൊന്നുമല്ല. ഇത് അതിനിടയിൽ വന്നിട്ട് ഇത് ഈ എന്താ പറയുക നെഗറ്റീവേ കാണാൻ താല്പര്യമില്ലാത്ത, രേണുവിനെക്കുറിച്ചുള്ള കണ്ടൻറ്റുകളെ കാണാത്ത രേണു സുധി ഇപ്പോൾ പെട്ടെന്ന് ഫേസ്ബുക്ക് കയറുന്നു, വീഡിയോസ് കാണുന്നു, അതിൻ്റെ ഇടയിൽ രേണുവിൻ്റെ കാണുന്നു, കമൻറ്റ് ബോക്സ് വായിക്കുന്നു. കൊള്ളാം. എഗെയിൻ ഞാൻ പറയുന്നു, സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അത്യാവശ്യം നിങ്ങളെ കണ്ടൻറ്റുകൾ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ വാങ്ങിയിട്ടോ അല്ലാതെയോ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ പ്രൊഫൈലിൽ ഇട്ടിട്ട് പോകുന്നത് മെയിൻറ്റെയിൻ ചെയ്യുക. ഓൺലൈൻ ചാലൻസിനോട് നിങ്ങൾ ആദ്യം നോ പറയാൻ പഠിക്കുക. അപ്പം തന്നെ നിങ്ങളുടെ ലൈഫിൽ കുറച്ചൊക്കെ ഒരു മാറ്റം വരും, ഒരു സമാധാനം കിട്ടും.